ശ്രീ പൗരൻ, ഇവിടെ പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്ററിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് അത് എന്തുകൊണ്ട് പൂർണ്ണമായി നടപ്പാക്കുന്നില്ല? അതായത് നമുക്കത് വ്യക്തമാണ്, അത് ഭാഗികമായി നടപ്പിലാക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന വനംവകുപ്പുമായിട്ടുള്ള ഒരു പ്രശ്നം വരുന്നത്, ഇവർ അവിടുന്ന് കുടിയിറക്കപ്പെടുന്ന ഭീഷണിയിൽ ജീവിക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ട് 71-ൽ വന്ന ആ ആക്ട് നടപ്പാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല? സിസ്റ്റത്തിന്റെ പരാജയം വീണ്ടും നമ്മൾ കാണുകയാണ്, കേൾക്കുകയാണ്, അതിന് സാക്ഷ്യം നിൽക്കുകയാണ്. കേരളം പല കാര്യങ്ങളിൽ നമ്പർ 1 എന്ന് അവകാശപ്പെടുമ്പോൾ ഭൂരഹിതരുടെ കാര്യത്തിൽ ഇന്നും 1 സെന്റ് ഭൂമിക്ക് വേണ്ടി സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെയും ആശ്രയിക്കുന്ന, കേണപേക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഇന്ന് കേരളത്തിലെ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ സംസാരിക്കുകയുണ്ടായി, നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമി വനം തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് 1918 മുതൽ അനധികൃതമായി കണ്ണൻദേവൻ കമ്പനിയും അതേപോലെ തന്നെ ഹാരിസൺ മലയാളം പ്ലാന്റേഷനും അതേപോലെ ആസ്പിൻ വാൾ കമ്പനി ഉൾപ്പെടെയുള്ള കമ്പനികൾ കേരളത്തിൽ കൈവശപ്പെടുത്തി, അനധികൃതമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന തോട്ടഭൂമികൾ എന്ന വ്യാജേന ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് 4 കമ്മീഷനുകൾ, നിവേദിത പി ഹരന്റെയും ഇസാഖ് കുരുക്കളിന്റെയും അതോടൊപ്പം നാലകത്ത് സൂപ്പിയുടെയും ഏറ്റവും അവസാനം രാജാ മാണിക്യത്തിന്റെ റിപ്പോർട്ട് നമ്മുടെ സർക്കാരിന്റെ അലമാരിയിൽ ഇരിക്കുമ്പോൾ കേരളത്തിലെ 1.5% വരുന്ന 4 ലക്ഷത്തി ശിഷ്ടം ആദിവാസികൾ ഒരു തലയ്ക്ക് മീതെ ഒരു ഇടത്തിനു വേണ്ടി, അല്ലെങ്കിൽ ഒരു തലചായ്ക്കാൻ ഇടത്തിനു വേണ്ടി കൃഷി ചെയ്ത് അവരെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോഴും ട്രൈബ്യൂണലുകൾ കയറിയിറങ്ങി നടക്കുന്നു. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ വിവിധ വില്ലേജ് ഓഫീസ് മുതൽ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഓഫീസ് വരെ കയറിയിറങ്ങി നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുണ്ടക്കൈയിൽ ഈ കഴിഞ്ഞ വർഷം നൂറുകണക്കിന് ആൾക്കാർ മരിച്ചു വീണ സംഭവം നമുക്കറിയാം. ഇന്നും അവരെ പുനരധിവസിപ്പിക്കുവാൻ നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സാധിച്ചിട്ടില്ല. അവിടെ സർക്കാരിന്റെ ഭൂമി, ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയുണ്ട്. എൽസ്റ്റൺ എന്ന് പറയുന്ന ഒരു മുതലാളിയുടെ ഭൂമിയുണ്ട്. പക്ഷെ ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യമിടുന്നത് ഈ ഭൂമിയെല്ലാം നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഏറ്റെടുക്കുക, എന്നിട്ട് അവിടെ ഒരു പുനരധിവാസം സാധ്യമാണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് ഡെപ്യൂട്ടി കളക്ടറുടെ ഉത്തരവാദിത്തത്തിൽ, നേതൃത്വത്തിൽ ഒരു സംഘത്തെ തന്നെ അവിടെ നിയോഗിച്ചു. പക്ഷെ ആ സംഘം പോലും ഒരടി പോലും മുന്നോട്ട് പോകാൻ സാധിക്കാതെ അവിടെ നിന്ന് പിന്തിരിയുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തുകൊണ്ട്? ഈ പറയുന്ന മുതലാളിമാർക്ക്, എസ്റ്റേറ്റ് ഉടമകൾക്ക് 1957 നിയമം കൊണ്ടുവന്ന് നമുക്കറിയാം. പക്ഷെ ആ നിയമം ഇന്നും പുസ്തകത്തിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു നിയമമാണ്. അതിന്റെ പാളിച്ചകൾ മൂലം, പ്രത്യേകിച്ച് സെക്ഷൻ 81 എന്ന് പറയുന്ന ലാൻഡ് റീഫോംസ് ആക്ടിലെ സെക്ഷൻ 81, അതേപോലെ സെക്ഷൻ 82, ഈ 2 വകുപ്പുകൾ നിലനിൽക്കുന്നിടത്തോളം കാലം കേരളത്തിലെ ലക്ഷക്കണക്കിന് ആദിവാസികൾ, അതേപോലെ തന്നെ പട്ടികജാതിക്കാർ, കർഷകർ, യഥാർത്ഥ കർഷക തൊഴിലാളികൾ, ഇവർക്ക് കേരളത്തിൽ ഭൂമി ലഭ്യമാകുകയില്ല എന്നുള്ള കാര്യം ശ്രീ പൗരൻ, ചിന്നക്കനാലിൽ നമ്മൾ കണ്ടതാണ്. 2023-ലാണെന്ന് തോന്നുന്നു ആ സംഭവം വന്നത്. അതായത് അവിടെ എത്രയധികം ആദിവാസി കുടുംബങ്ങളാണ് ദുരിതം നേരിട്ടുകൊണ്ടിരുന്നത്, എത്ര വലിയ പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ കടന്നു എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ ഭൂമിയാണെങ്കിൽ പോലും ഒരു രേഖയും ഇല്ലാതെ വനവകുപ്പ് ഭൂമി കയ്യേറുക മാത്രമല്ല, അത് സ്വകാര്യ കമ്പനിക്ക് കൊടുത്തു എന്നുള്ളത് കൂടിയാണ്. ഇതിൽ കൂടിയൊക്കെ എന്ത്, താങ്കൾ തുടക്കത്തിലെ പറഞ്ഞതുപോലെ സിസ്റ്റം ഫെയിലിയർ എന്നത് പറഞ്ഞുകൊണ്ട് നമുക്കത് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പോലും നമ്മൾ മലപ്പുറത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആദിവാസികൾക്ക് വേണ്ടി അവിടെ ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കുടിൽക്കെട്ടിയ നിലമ്പൂരിലേക്ക് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പോലും അവിടെ സമരം ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പം അത്തരത്തിൽ വീണ്ടും വീണ്ടും ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ മനുഷ്യരെ തള്ളിവിടുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. അത് ആർക്കൊക്കെ ഗുണം ചെയ്യുന്നു, എന്തുകൊണ്ട് സർക്കാർ അതിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ അതിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളത്. ഒരു കാര്യം പറയാം, താങ്കൾ പറഞ്ഞോളൂ.
കേരളത്തിൽ 1975 മുതൽ അടിയന്തരാവസ്ഥ കാലത്താണ് കേരളത്തിൽ പട്ടയം കൊടുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയത് കാര്യമായിട്ട്. ആ 1975 അടിയന്തരാവസ്ഥ കാലം മുതൽ 2025 ഈ ഓഗസ്റ്റ് 8-ാം തീയതി വരെ ഇന്ന് കേരളത്തിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന പട്ടയം, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന പട്ടയത്തിൽ ഭൂമിയുടെ വ്യാപ്തി പരിശോധിച്ചാൽ ഇന്ന് കേരളവും തമിഴ്നാടും കർണാടകയും കൂടി ഉൾപ്പെടെയുള്ള സ്ഥലത്തെ ഭൂമി മുഴുവൻ ആ പട്ടയപ്രകാരം ഇന്ന് ഓരോരുത്തരുടെ കൈവശമാണ് എന്നാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അവകാശപ്പെടുന്നത്. പക്ഷേ ഭൂമി അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ഈ കടലാസ്, പട്ടയം എന്ന കടലാസ് സർക്കാർ പ്രസിൽ അച്ചടിച്ച് ഇവരെ പട്ടയ ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, മേളകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരെ കബളിപ്പിക്കുന്ന, വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ ഇതുവരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇടതുപക്ഷ സർക്കാരിന് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. 1952 എറണാകുളം ജില്ലയിലെ കാലടിയിൽ വെച്ച് ചേർന്ന സമ്മേളനത്തിലാണ് സമഗ്രമായ ഭൂപരിഷ്കരണ നിയമം കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് അന്നത്തെ കർഷക തൊഴിലാളി യൂണിയൻ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയത്. അതിനുശേഷമാണ് 1957 അധികാരത്തിൽ കയറിയപ്പോൾ ആദ്യമായിട്ട് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ വെച്ചത്. അത് കീഴെടുത്ത് ദാമോദരൻ എന്ന് പറയുന്ന കെ ദാമോദരനെയാണ്. ഒരു തറ പുരളാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ അതിന്റെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി, കരട് തയ്യാറാക്കാൻ വേണ്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. അദ്ദേഹം വളരെ കാലത്തെ അധ്വാനത്തിന്റെ ഫലമായിട്ട് ഒരു ഭൂപരിഷ്കരണ നിയമത്തിന്റെ കരട് തയ്യാറാക്കി കെ ആർ ഗൗരിയമ്മയ്ക്ക് കൊടുത്തു. പക്ഷെ കെ ആർ ഗൗരിയമ്മ ആ നിയമം പൂർണ്ണമായിട്ട് അംഗീകരിച്ചെങ്കിലും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എം ശങ്കരൻ നമ്പൂതിരിപ്പാടും നിയമവകുപ്പ് മന്ത്രിയായിരുന്ന വി ആർ കൃഷ്ണയ്യരും ആ നിയമത്തിൽ മാറ്റം വരുത്തുകയും വെള്ളം ചേർക്കുകയും സെക്ഷൻ 81-ഉം 82-ഉം അതിനകത്ത് ആഡ് ചെയ്യുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ഇന്ന് വരെ വലിയ വിപ്ലവകരമായിട്ടുള്ള, വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു നിയമമാണ് കേരള ഭൂപരിഷ്കരണ നിയമം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഭരണത്തിലുള്ളവരാണ് ഞാൻ പറയുന്നത് ഉദ്ദേശിക്കുന്നത്, ഭരണത്തിലുള്ള CPM, CPI പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എക്കാലത്തും അവകാശപ്പെടുമ്പോൾ ഇന്നും തലചായ്ക്കാൻ ഇടത്തിന് വേണ്ടി, ചോരാത്ത ഒരു വീടിന് വേണ്ടി ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് അതാണ് അത് ഭൂമി ഇല്ലാഞ്ഞിട്ടാണോ എന്ന് നേരത്തെ ശ്രീ PV അൻവർ പറഞ്ഞതുപോലെ അത് ഭൂമി ഇല്ലാഞ്ഞിട്ടല്ല, എത്ര ഭൂമി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, വനത്തോട് ചേർന്ന് കിടക്കുന്നവരുടെ ഇനിയുള്ള കാലത്ത് പോലും അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെയുള്ളത് കണ്ടറിയേണ്ടി വരും. നന്ദി അഡ്വക്കേറ്റ് പൗരൻ പ്രതികരിച്ചതിന്.